ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ കർത്താവിൻ്റെ നാൾ വരുന്നു. കർത്താവിൻ്റെ നാൾ വരുന്നു. 1 തെസ്സലോനിക്കർ 5:2 വായിക്കുന്ന വാക്യം, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവിനെ വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. പൗലോസ് കർത്താവിൻ്റെ വരവിൻ നാളിനെ കള്ളൻ രാത്രിയിൽ വരുന്നതിനോട് സാദൃശ്യപ്പെടുത്തി ആണ് എഴുതിയിരിക്കുന്നത്. കള്ളൻ ഏത് സമയത്ത് വരുന്നുവെന്ന് നാം അറിയുന്നില്ലല്ലോ. നിലച്ചിരിക്കാത്ത നേരത്താണ് കള്ളൻ വരുന്നത്. വില കുറഞ്ഞ വസ്തുക്കൾക്കായിട്ടല്ല, വിലയേറിയ നിക്ഷേപങ്ങളെ അപഹരിക്കാനാണ് കള്ളൻ വരുന്നത്. വിലയേറിയ നിക്ഷേപങ്ങളെ നാം വളരെ സൂക്ഷ്മതയോടുകൂടി മറച്ചു സൂക്ഷിക്കുന്നു. അങ്ങനെ മറച്ചു വയ്ക്കുന്നതാണല്ലോ കള്ളൻ മോഷ്ടിക്കുന്നത്. ആയതുകൊണ്ട് സഭയിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു വിശുദ്ധ ഗണത്തെ ചേർക്കുവാൻ യേശു വരുന്നു. ഈ വിശുദ്ധ ഗണമാണ് ദൈവത്തിൻ്റെ വിലയേറിയ നിക്ഷേപം. നാം ദൈവത്തിൻ്റെ നിക്ഷേപമായി തീരുന്ന എങ്ങനെ? സ്വതന്ത്രം നമ്മുടെ ജീവിതം വിശുദ്ധിയും വേർപാടും അനുഷ്ഠിക്കുന്നവരായിരിക്കണം. യേശു തൻ്റെ അഹിയ ജീവകാലത്ത് തൻ്റെ രഹസ്യ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മത്തായി 24:42 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നതെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നാം ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായി നിക്ഷേപമായി തീരണം. പഴയ നിയമ ഇസ്രായേലിനെ ദൈവം തൻ്റെ നിക്ഷേപമായി തിരഞ്ഞെടുത്തത് പുറപ്പാട് 19:5 വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിതവും രാജ്യത്വവും വിശുദ്ധജനവും ആകും. ദൈവം പറഞ്ഞത്, അത് മോശ മുഖാന്തരം പറഞ്ഞത്. സങ്കീർത്തനം 135:4 വായിക്കുന്നത്, യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെയും നമ്മൾ വിനുവായ മലാഖി വായിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ യഹോവ ഭക്തന്മാർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മലാഖി 3:17. നമ്മൾ സ്വതന്ത്രം ദൈവമക്കളെ നാം ദൈവസന്നിധിയിൽ നമുക്ക് സ്വതന്ത്രം ദൈവമക്കളായി തീർന്ന് ദൈവത്തിൻ്റെ നിക്ഷേപമായി തീരാൻ തിരുവചന അനുസരിച്ച് നമുക്ക് സമർപ്പിക്കാം. ഈ വചനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ.